2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളിതേ വീണ്ടും വന്നേക്കാണ്. ഒരു ചെറിയ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലഷർ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ട്രിവാൻഡ്രം ടു തേക്കടി, പരുന്തുംപാറ, പാഞ്ചാലിമേട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വളരെയധികം വൈബ് അടിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ വൈബോട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ. പ്രാങ്ക് കോൾ. നമുക്കറിയാം ശരിക്കും പ്രാങ്ക് കോൾ എന്ന് പറയുന്നത് മറ്റൊരാളെ കളിയാക്കാൻ വേണ്ടിയുള്ള സാധനമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനും ഒരു അന്തസ്സുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ വാർത്ത അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം RJ അഞ്ജലി, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു RJ ആണ് അഞ്ജലി. അഞ്ജലി ഒരു RJ മാത്രമല്ല, ഒരു ആക്ട്രസ് ആണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. മുൻപ് തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ പോലും അഞ്ജലിയുടെ കുറേ ചളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും നമുക്കത് കേട്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് ചിരിയൊക്കെ മുഖത്ത് വരും. അങ്ങനെ ഇരിക്കുകയാണ് അഞ്ജലി പ്രാങ്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും നിരഞ്ജന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും കൂടി ചേർന്നിട്ട് മറ്റുള്ളവരെ വിളിച്ച് പറ്റിക്കുന്ന ഒരു പരിപാടി, പ്രാങ്ക് കോൾ. നമുക്കറിയാം അത് എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അത് അസ്ഥാനത്തായി എന്ന് ഇൻ ദ സെൻസ് പ്രാങ്കായിട്ട് കാണുന്നവർക്ക് പ്രാങ്കായിട്ട് കാണാം. പക്ഷേ നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അതങ്ങോട്ട് ദഹിക്കില്ല. കാരണം അവർ ചോദിച്ച ആ ഒരു ചോദ്യം, ഒന്ന്, മറ്റൊരു വ്യക്തിയുടെ പ്രൊഫഷനെ അധിക്ഷേപിക്കുന്ന ലെവലിലായിരുന്നു. രണ്ട്, ഒരിക്കലും ആ ഒരു കാര്യം മലയാളികൾ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇതെന്താ കാര്യം എന്നൊക്കെ ഞാൻ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ഓടി വന്ന് വീഡിയോകൾ കാണാനും പറ്റും. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. എന്താണ് അഞ്ജലിയും നിരഞ്ജനയും കൂടി സംസാരിച്ചത്, ആ പ്രാങ്ക് കോളിന് അപ്പുറത്ത് ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? ആ, പറഞ്ഞോ, പറഞ്ഞോ. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. ഓക്കെ ഓക്കെ. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം, അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25th വെഡിങ് ആണോ? ഓ, ഓക്കെ. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. ഇതുവരെ ഓക്കെയാണ്. അതായത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇവരുടെ കല്യാണമാണ്, മെഹന്തി ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരാ കോൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ മെഹന്തി ആർട്ടിസ്റ്റ് എന്താ വിചാരിക്കുക, അവർക്കൊരു വർക്കാണ്. അപ്പോൾ അവർ ആരാണ്, ആരുടെ ലീഡ് വഴിയാണ് വന്നത് എന്നൊക്കെ ചോദിച്ചു. ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു, ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യമാണ് ഇവരുടെ കയ്യിൽ നിന്ന് പോയത്. ഇനി എനിക്ക് അഞ്ജലിയോട് ദേഷ്യം തോന്നാൻ കാരണം, നിരഞ്ജന അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ഞാനത് ചോദിക്കട്ടെ എന്ന രീതിയിൽ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് നിരഞ്ജന അത് ചോദിക്കുന്നത്. അപ്പോൾ അഞ്ജലിക്കറിയാം നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരേതൊക്കെ അക്സെപ്റ്റ് ചെയ്യും, ഏതൊക്കെ റിജക്റ്റ് ചെയ്യും എന്നുള്ളത് അഞ്ജലിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഒരു ആർജയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക, പ്രൊവോക്കിംഗ് ലെവലിൽ സംസാരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് RJയെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ആദ്യ പാഠം എന്ന് പറയുന്നത്. ഇവിടെ സഭ്യതയുടെ അതിർവരമ്പുകൾ വെട്ടിയിട്ടിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. എന്താണ് ഇവർ സംസാരിക്കുന്നതെന്ന് അടുത്തൊന്ന് കേട്ട് നോക്കാം. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നിട്ടിപ്പോ ബ്രൈഡലായിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാണ്, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? ഇവർ ചോദിച്ച കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്കത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കത് ആ ഒരു അത്ഭുതം തോന്നില്ല. അവരുടെ ആ തിരിച്ചുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ശരിക്കും ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്ത് പ്രാങ്കോ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പ്രാങ്കോ ആയിക്കോട്ടെ. പക്ഷേ മറ്റൊരാളുടെ വ്യക്തിത്വത്തെ വരെ അപമാനിച്ചുകൊണ്ട്, അവരുടെ ജോലിയെ വരെ അപമാനിച്ചുകൊണ്ട് ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കും അതേ ഒരു അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ, ഇപ്പോൾ അഞ്ജലി ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ നെഗറ്റീവായിട്ട് ഇവരെ പോലും സെക്ഷലി അബ്യൂസ് ചെയ്തുള്ള കമൻറ്റുകൾ തന്നെയാണ് വന്നത്. അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായിട്ട് വരില്ലായിരുന്നു. ഞാൻ ആ പോസ്റ്റ് വയ്ക്കാം ഈ വീഡിയോ ബാക്കി കണ്ടതിന് ശേഷം. കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്നത് എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഇത് പറയുമ്പോൾ പോലും നിരഞ്ജനയ്ക്കൊരു പേടിയുണ്ട്. നിരഞ്ജനയുടെ ആക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം നിരഞ്ജന പേടിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും ചോദിക്കുന്നതും. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. ഇത് ചെയ്തു, അബദ്ധം സംഭവിച്ചു, അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. കേൾക്കാൻ ബാക്കി. ഒന്നുകൂടെ വിളിക്കട്ടാ? അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ഇത്രയും കാണിച്ചു വെച്ചിട്ട് ഈ ഇരുന്ന് തൊലിക്കാൻ യാതൊരു ഉളുപ്പും ഇല്ല അഞ്ജലിക്കും നിരഞ്ജനയ്ക്കും രണ്ടുപേർക്കും യാതൊരു എളുപ്പമില്ലേ? ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇത്രയും അനാവശ്യ രീതിയിൽ സംസാരിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമാശയായിട്ട് കാണുന്നവർക്ക് തമാശയായിട്ട് കാണാം. പക്ഷേ നമ്മൾ മലയാളികളാണ്, അത്രയധികം വളർന്നിട്ടൊന്നുമില്ല. ഇവർ പറഞ്ഞ രീതിയിൽ
മെഹന്തി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീ ഇവരാരെയാണോ വിളിച്ചത് ആ സ്ത്രീ അത്തരം ആളുകൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാവില്ല. അവർ കോൾ കട്ട് ചെയ്തിട്ട് പോയി തിരിച്ച് ഇവർ വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ അവർ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളുടെ വ്യക്തിത്വത്തെ മാനിക്കാനുള്ള ഒരല്പം മാന്യത അഞ്ജലി കാണിക്കണമായിരുന്നു. ആ കോൾ, ആ പ്രാങ്ക് കോൾ അവരുടെ ചാനലിൽ ഇടാതിരിക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ വീണ്ടും അഞ്ജലി വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്ക് അതാണ് മെയിനായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനം. അതുകൊണ്ട് കണ്ടു നോക്കാം. എന്താണ് അഞ്ജലിയുടെ ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്? പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻസ് ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ്. ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു തെറ്റും പറയുന്നില്ല, കാരണം ഒരു തെറ്റ് സംഭവിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ ഖേദം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? അഞ്ജലിയും നിരഞ്ജനയും കൂടി തന്നെയല്ലേ. നിങ്ങൾ ആ കോൾ ചെയ്തു, അത് ഷൂട്ട് ചെയ്തു, അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളത് ഇടാതിരിക്കണമായിരുന്നു. അത് ചെയ്തില്ല. കേട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയാമല്ലോ. അറ്റ്ലീസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോഴെങ്കിലും എന്തായാലും അത് എഡിറ്റഡ് വേർഷനാണ്. ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോർഷൻ എങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ വേർഡ് ആയിരുന്നു. അത് നിങ്ങൾ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് തെറ്റ് സംഭവിച്ചു, ഖേദം പ്രകടിപ്പിച്ചു, നല്ല കാര്യം. പക്ഷേ അതിനുശേഷം റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. നിങ്ങൾ അങ്ങനെ ഒരു ആക്ട് ചെയ്യാതിരുന്നുവെങ്കിൽ അത്തരം കമൻറ്റുകൾ വരില്ലായിരുന്നല്ലോ. കാരണം ഇത് പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് അഞ്ജലിക്ക് ബോധ്യമുണ്ടാവും, മറ്റാർക്കും ഇല്ലെങ്കിലും. നിരഞ്ജനയ്ക്കും അല്ലെങ്കിൽ മറ്റാർക്ക് ആ ഒരു ചിന്തയില്ലെങ്കിലും അഞ്ജലിക്ക് അതുണ്ടാവും. കാരണം അഞ്ജലി ഇതുപോലെ ഒരുപാട് നെഗറ്റീവുകൾ കേട്ട് വന്നൊരു വ്യക്തിയാണ്. മുൻപൊരിക്കൽ ഞാൻ തന്നെ അഞ്ജലിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി, RJ ആയത് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറി പൂവക്കാല എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ എഴുത്തുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എടുത്തിട്ട് ഞാനത് വായിച്ച് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ജലിക്ക് ഞാനത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അഞ്ജലി ഇപ്പോൾ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അഞ്ജലി അന്ന് പനിയായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അഞ്ജലി അത്രമാത്രം ഇഷ്ടമായതും അഞ്ജലിയുടെ ശബ്ദമായാലും അഞ്ജലിയുടെ പ്രോഗ്രാം ആയാലും എനിക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് കണ്ട ഉടനെ അത് റെക്കോർഡ് ചെയ്ത് അയച്ചതും ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും അതിപ്പോഴും എൻ്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഒരു വ്യക്തി സമൂഹത്തിൽ ഒരു നിലയും വിലയും കീപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ആക്ട് വന്നതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് അതൊരു ഷോക്കായിട്ട് മാറിയത്. കാരണം എനിക്ക് നിങ്ങളുടെ ഷോസ് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു നിലവാരവും ഇല്ലാത്ത പ്രോഗ്രാം, അതിന് ഒരു നിലവാരവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നിങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ നടക്കുന്ന പ്രോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്തവരെ മാത്രം കേൾപ്പിച്ചാൽ പോരെ? എന്തിനാണ് നാട്ടുകാരെ കേൾപ്പിക്കുന്നത്? അവർക്ക് മാത്രം കേട്ട് രസിക്കാൻ വേണ്ടി അയച്ചു കൊടുത്താൽ പോരെ? അപ്പോൾ നാട്ടുകാരിലേക്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇത്തരം റിയാക്ഷൻസ് വരുന്ന എക്സ്പെക്ട് ചെയ്യണം. അത് അഞ്ജലിയെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അഞ്ജലിക്ക് അറിയാം ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവിടുന്ന് വരുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അഞ്ജലിക്ക് നല്ല ബോധ്യമുണ്ട്. അതെന്താ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം, ഇത് അഞ്ജലി ഒരുപാട് ഫേസ് ചെയ്ത ഒരാളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങളുമായിട്ട് അഞ്ജലിയുടെ കൊളീഗ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിച്ച വീഡിയോ, അതിൻ്റെ ഉത്തരങ്ങൾ പറയുന്ന വീഡിയോ, അത് അഞ്ജലി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ വരുന്ന കമൻറ്റുകൾ, മോശപ്പെട്ട കമൻറ്റുകളും വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കമൻറ്റുകൾ ഫേസ് ചെയ്തൊരു വ്യക്തി എന്ത് കൊടുത്താൽ എങ്ങനെയുള്ള റിയാക്ഷൻ വരുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണമായിരുന്നു. അതുണ്ടായില്ല. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇവിടെ ഉണ്ടായത്. അതിൽ അഞ്ജലി കമൻറ്റ് ചെയ്തവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കൊടുക്കുന്നതിനുള്ള റിയാക്ഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അഞ്ജലി ചെയ്ത ഈ ഒരു ആക്ട്, അഞ്ജലി നിരഞ്ജനയും കൂടി, ഞാൻ അഞ്ജലി മാത്രം പറയുന്നില്ല, അഞ്ജലി നിരഞ്ജനയും കൂടി ചെയ്ത ഈ ഒരു ആക്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ആസ് എ മലയാളി, ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒപ്പം മറ്റുള്ള വീഡിയോകളും കാണാൻ ശ്രമിക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.